ഒരു അനിഷ്ട സംഭവങ്ങളുമില്ലാതെ കലോത്സവം സുഗമമായി നടന്നതിൽ പോലീസിന്റെ പങ്ക് ചെറുതല്ല. 120ഓളം പോലീസുകാരെയാണ് ക്രമസമാധാനത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. 3 സംഘങ്ങളായിട്ടാണ് ജോലി ക്രമീകരിച്ചിരുന്നതെന്നും ഓരോ സന്ദർഭങ്ങളിലും സംഘർഷത്തിലേക്ക് നീങ്ങാതെ ശ്രമിച്ചതായും കൊട്ടക്കൽ SI പറഞ്ഞു. 35ാമത് മലപ്പുറം ജില്ലാ കലോത്സവം ഇന്ന് അവസാന നാളാണ്. ഈ കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട കൃത്യമായി ചുക്കാൻ പിടിച്ചൊരു ടീമാണ് നമ്മളെ കൂടെയുള്ളത്. ഇതുവരെ പുറത്തുനിന്നൊരു ചെറിയ സംഭവങ്ങളൊന്നും നമുക്കിതുവരെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവർ കൊട്ടക്കൽ പോലീസിനെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കൊട്ടക്കൽ പോലീസിലെ CI വിനോദ് സാർ കൂടെ ചേരുന്നുണ്ട്. ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതിന് നേരത്തെ തന്നെ ഇവർ ഒരു സ്കൂളും എല്ലാം കേന്ദ്രീകരിച്ച് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സാർ, എങ്ങനെയായിരുന്നു ഇതുവരെ ഒരു പ്രശ്നങ്ങളോ അത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടില്ല? അതെ, കേരള വിഷൻ പറയുന്ന വളരെ കൃത്യമായ കാര്യമാണ്. വളരെ നല്ല ഒരു പ്ലാനിങ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണം എന്ന് വരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 120ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ രാവിലെ 8 മുതൽ രാത്രി പ്രോഗ്രാം കഴിയുന്നവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ടേണായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത്. ഒരു ടീം രാവിലെ 8 മുതൽ ഉച്ച 3 മണി വരെയും, മറ്റേ ടീം ടേൺ 2 ടീം 3 മണി മുതൽ രാത്രി പ്രോഗ്രാം കഴിയുന്നത് വരെയുമാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സുഗമമായ ഒരു കോർഡിനേഷന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ടേൺ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട്. അപ്പോൾ അതുവഴി ഇൻറ്റേർണൽ മെസ്സേജിങ് പോലീസുകാർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വേദിയിലോ പുറത്തോ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ നിമിഷം തന്നെ മെസ്സേജുകൾ നമ്മളെല്ലാവരും അറിയും. ഉടൻ തന്നെ പോലീസിനെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പോട്ടിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബീറ്റ് പെട്രോളിംഗ് ഇട്ടിട്ടുണ്ട്. മഫ്റ്റിയിലും യൂണിഫോമിലും പോലീസുകാർ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇപ്പോൾ സ്റ്റേജിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഈവൻ സ്റ്റുഡൻസിന് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും സ്റ്റേജിൽ പ്രോഗ്രാം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ പെട്ടെന്ന് പോലീസിൻ്റെ ഒരു മഫ്റ്റിയിലും യൂണിഫോമുള്ള പോലീസുകാർ അവിടെ വിന്യസിക്കും. ഉടൻ തന്നെ ആ കാര്യങ്ങളെ നമുക്ക് ഒരു പ്രശ്നത്തിലേക്ക് തിരിയുന്നതിന് മുന്നേ അതിൽ ഇടപെട്ടുകൊണ്ട് സൗഹൃദമായി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇതുവരെ 5ാമത്തെ ദിവസം ഇതുവരെ ഒരു പ്രശ്നവും ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് പോലീസിൻ്റെ ഒരു പൂർണ്ണമായ പ്രസൻസ് തന്നെയാണ് അതിന് മെയിൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഇനി പ്രോഗ്രാം അവസാനിക്കാനുള്ളൂ. വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മിനിസ്റ്റർ പ്രോഗ്രാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ DD അദ്ദേഹത്തെ രമേശ് സാറോട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത് രാത്രി 9 മണിയോടുകൂടി പ്രോഗ്രാം എല്ലാം തന്നെ കഴിയുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂറിലധികം കഴിഞ്ഞ് മുഴുവൻ ജനങ്ങളെയും ഇവിടുന്ന് മാറ്റിയ ശേഷം മാത്രമേ എൻ്റെ പോലീസ് പിരിഞ്ഞു പോവുകയുള്ളൂ. അപ്പം ഞാൻ കൂടെ എൻ്റെ SI എല്ലാം പേഴ്സണലി തന്നെ ഗ്രൂപ്പായിട്ട് ഇവിടെ റൗണ്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം സമാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. അത് ഇതുവരെ നല്ല രീതിയിൽ നിറവേറ്റിയിട്ടുണ്ട്. ഇനിയും എല്ലാവരും സാറിനോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ്. നമസ്കാരം. ഇത്രയും നേരം നമ്മോട് സഹകരിച്ച സാറിന് നന്ദി അറിയിക്കുന്നു. കേരള പോലീസിനും നന്ദി അറിയിക്കുന്നു.